അടിയന്തരമായിട്ട് മേളിൽ അത് കൊടുക്കേണ്ടതാണ് നിലവിൽ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ കയറി വന്നാൽ തിരിക്കാൻ പോലും ഒരു സൗകര്യങ്ങളില്ല, വഴിവിളക്കുകളില്ല, ഒന്നുമില്ലാതെ ആകുമ്പോഴത്തേനും ഒന്നുമില്ല, വിജനമായ ഒരു ഏകലയില്ല, വന്ന് പെട്ടത് പോയി. ഇപ്പോൾ രാത്രിക്ക് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്കറിയത്തില്ല. അപ്പോൾ അവർ വേറെ എതിരെ വരുന്ന വണ്ടി വരുമ്പോൾ അതിന് സൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടത്തിലോട്ട് പോകും. കോട്ടയം ഏറ്റുമാനൂർ മാടപ്പാട് ചന്തക്കവലയിൽ നിന്നും മണർക്കാട് ബൈപ്പാസിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണിത്. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി കീഴിൽ വരുന്ന റോഡാണ്. ഈ റോഡ് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയിലധികമായി വെള്ളത്തിൽ മൂടിക്കിടക്കുകയാണ് എന്നുള്ളതാണ്. മുൻപോട്ടൊക്കെ പോകുമ്പോൾ മുട്ടിന് മുകളിലും അരയോളമൊക്കെ വെള്ളം ഈ റോഡിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ തൊട്ടിപ്പുറത്ത് രണ്ട് വശത്തും വയലാണ്. ഈ വയലെന്ന് പറയുമ്പോൾ ഒരാളുടെ ഉയരത്തിലും ഒരാളേക്കാൾ ഉയരത്തിലൊക്കെ ഈ നേരത്തെ ഈ ചേട്ടൻ പോയി അവിടെ കാണിച്ചതാണ്. ഈ വടിയുടെ ഏകദേശം ഇത്രയൊക്കെ ഉയരം ത്തിൽ വെള്ളം താഴ്ചയുണ്ട്, കുറച്ച് അപ്പുറത്തെ രൂപം താഴ്ചയുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഇത്രയും വെള്ളം കയറിയിട്ട് ഈ ഒരാഴ്ച കഴിഞ്ഞിട്ടും യാതൊരു സുരക്ഷാ ബോർഡുകളോ അല്ലെങ്കിൽ ഇതുവഴി ഗതാഗതം യോഗ്യമല്ല എന്ന് വെക്കുകയോ ചെയ്തിട്ടില്ല. ആളുകളൊക്കെ അറിയാത്ത ആളുകൾ വന്നാൽ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വെള്ളം ഇറങ്ങി തുടങ്ങിയപ്പോൾ പലയിടത്തും ആളുകൾ ഈ വെള്ളം ഇറങ്ങി തുടങ്ങിയതുകൊണ്ട് ഇതിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ ഒരു അപകടമൊക്കെ വരാൻ സാധ്യതയില്ല. ഒരു ബോർഡ് ഇതുവരെ വെച്ചിട്ടില്ലല്ലേ? ഇല്ല, ബോർഡുകളൊന്നും ഇതുവരെ വെച്ചിട്ടില്ല, മുന്നറിയിപ്പ് ബോർഡുകളൊന്നുമില്ല. അതുകൊണ്ട് രാത്രിയിലൊക്കെ സാധാരണ വണ്ടികൾ വരാറുണ്ട്. ഇപ്പം കണ്ടമാനം ട്രാഫിക്കുള്ള വഴിയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അപകട സാധ്യതയുണ്ട്. അപ്പം രണ്ട് സൈഡും കെട്ടാത്തത് കൊണ്ട് റോഡിൽ നിന്ന് തെന്നി സൈഡ് കൊടുക്കുമ്പോഴൊക്കെ തെന്നി പാടത്തേക്ക് വണ്ടി വീണ് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത്തരത്തിൽ പ്രശ്നങ്ങളെ മുൻകാലങ്ങളൊക്കെ സംഭവിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച് 2-3 കാറുകൾ വന്ന് സൈഡ് കൊടുക്കാൻ വേണ്ടി എഡ്ജിങ് താഴെ പോയി ഞങ്ങളെല്ലാവരും കൂടി പൊക്കി പിടിച്ച് വണ്ടി വലിച്ചു. പിന്നെ ഒരു ലോറി വിളിച്ചുകൊണ്ട് വന്നാണ് ഒരു വണ്ടി എത്തിവിട്ടത്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൊണ്ട് ഈ കട്ടിങ്ങ് താഴോട്ട് പോവുകയാണ്. പിന്നെ ശകലം അങ്ങോട്ട് 2-2.5 അടിക്ക് ഇനി കെട്ടാനുണ്ട്, മണ്ണടിച്ച് ഫില്ല് ചെയ്യാനുണ്ട്. അങ്ങനെ കാണിച്ചിട്ട് മുന്നറിയിപ്പ് സിഗ്നൽ ബോർഡുകളോ ഒക്കെ വെച്ചുവാണെങ്കിൽ ഇപ്പോൾ ശരിക്കും റോഡ് അടച്ചു എന്നൊരു ബോർഡ് വെക്കേണ്ടത് അടിയന്തരമായിട്ട് മേളിൽ അത് കൊടുക്കേണ്ടതാണ് നിലവിൽ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ കയറി വന്നാൽ തിരിക്കാൻ പോലും ഒരു സൗകര്യങ്ങളില്ല. നമ്മളിപ്പോൾ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ചില വണ്ടികൾ വന്ന് തിരികെ പോകുന്നു. പക്ഷേ അത് പകലായതുകൊണ്ട് മനസ്സിലാക്കാം. പക്ഷേ കൂടി ഇരുട്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പോലും അറിയാത്ത രീതിയിലേക്ക് രാത്രി ആകുമ്പോഴത്തേന് വളരെ ബുദ്ധിമുട്ടുകളാണ്. വഴിവിളക്കുകളില്ല, ഒന്നുമില്ലാതെ ആകുമ്പോഴത്തേനും ഒന്നുമില്ല, വിജനമായ ഒരു ഏകലയില്ല, വന്ന് പെട്ടത് പോയി ജനങ്ങൾ. ഇതിനിപ്പോൾ ഈ കരയിൽ മാത്രമല്ല മറുകരയിലും സമാനമായ രീതിയിൽ വെച്ചിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവില്ലേ? ശരിക്കും നിങ്ങളെ നാട്ടുകാരെ സംശയമുള്ളതല്ലേ ഇതിൻ്റെ പ്രശ്നം വരും? ഇതിപ്പോൾ രാത്രിക്ക് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്കറിയത്തില്ല. അപ്പോൾ അവർ വേറെ എതിരെ വരുന്ന വണ്ടി വരുമ്പോൾ അതിന് സൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടത്തിലോട്ട് പോകും. അപ്പോൾ എന്തെങ്കിലും ഒരു ബോർഡ് അവിടെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായ ഒരു അപകടങ്ങളുണ്ടായാലും ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല, ആരും അറിയില്ല. വീടുകളുള്ള ഇതിന് മേളിട്ടുള്ളതാണ്, വഴിയിലേക്കുള്ളതാണ് നിലവിലുള്ള. നിരവധി വണ്ടികളൊക്കെ പോകുന്ന ഒരു റോഡ് തന്നെയല്ലേ? നിരവധി ട്രാഫിക്കുള്ള തിരക്കുള്ള റോഡ് തന്നെയല്ലേ? ഇത് കാരിത്താസ് മെഡിക്കൽ കോളേജൊക്കെ പോകുന്ന എളുപ്പം ഇതാ. അയർക്കുന്നം വഴി വരുന്ന വണ്ടിയൊക്കെ ഇതിലാണ് പോകുന്നത്. ടൗൺ ബ്ലോക്കിൽ പെടാതെ ഇതിലവിടെ നേരെ കയറി പോകും. എളുപ്പ വഴി ഇതാ. ശരിക്കും ഇത് അടിയന്തരമായിട്ട് ഇപ്പം നിങ്ങളിത് മുനിസിപ്പാലിറ്റി അവരെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? അവരോട് പറഞ്ഞിട്ടുണ്ടോ കാര്യങ്ങൾ? മുനിസിപ്പാലിറ്റി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, ഒന്നും അറിയേണ്ട കാര്യങ്ങളുമില്ല. വല്ലപ്പോഴും ഇങ്ങനെ വരുമല്ലോ പോകും. അതെ, അവിടെ ദുരിതാശ്വാസ ക്യാമ്പുണ്ട്, അവിടെയും ഈ പറഞ്ഞ പോലെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട്. ഞങ്ങളൊക്കെ വീടുകളെല്ലാം വെള്ളം പൊങ്ങി എല്ലാം നീക്കി. ഇപ്പോഴാണ് ഇതിന്റെ ഒരു പ്രശ്നം. അതായത് ഇത്ര ദിവസം മുകളിലേക്കൊക്കെ വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവിടെ നിന്നൊക്കെ ആളുകൾ തിരികെ പോകുന്നത്. ഇപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി റോഡ് തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടേക്ക് എത്തുന്ന റോഡ് തെളിഞ്ഞു കാണാം. ഇതിപ്പോൾ രാത്രിയിലാണെങ്കിൽ, ഇതിപ്പോൾ പകൽ സമയമാണ്, വണ്ടികൾക്ക് വന്നാൽ കാണാൻ കഴിയും. പക്ഷേ രാത്രിയിലാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ജനങ്ങൾ കൃത്യമായ ഒരു ആശങ്ക തന്നെയാണ് പറയുന്നത്. ഈ റോഡ് അടച്ചിട്ടില്ല എന്ന് പറയുന്നത് അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഒരു ബോർഡ് പോലും ഇവിടെ റോഡ് അടച്ചു എന്ന് പറഞ്ഞൊരു ബോർഡ് പോലും വെക്കാത്ത ഗുരുതരമായ വീഴ്ചയാണ്. കാരണം ഈ വശത്തേക്കുള്ള പാടത്തേക്ക് എത്തുമ്പോൾ ഒക്കെ വലിയ തോതിൽ ആഴത്തിലുണ്ട് എന്നുള്ളത്. അതായത് ഒരാളേക്കാൾ ഉയരത്തിൽ ആഴമുണ്ട് എന്ന് പറയുമ്പോൾ മുങ്ങിപ്പോകാൻ വാഹനങ്ങൾ മുങ്ങിപ്പോയി വലിയ അപകടം ഉണ്ടാകും. കാരണം ഈ പരിസരത്തൊന്നും വീടുകളില്ല, കുറച്ച് മുകളിലേക്ക് കയറിയിട്ടാണ് വീടുള്ളത്. പിന്നീടുള്ളത് അപ്പുറം മറുകരയിലും സമാനമായിരുന്നു. ഇപ്പോൾ സെൻറ്ററിലൊക്കെ പെട്ടെന്ന് വാഹനം എത്തി നടുവിലേക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ റോഡ് ഏതാണെന്നും ഈ പറയുന്ന പാടം ഏതാണെന്നും മനസ്സിലാത്ത സ്ഥിതിയാണ്. അപ്പോൾ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അടിയന്തരമായി തന്നെ ഈ റോഡ്, അതായത് 7 ദിവസത്തിലധികമായി ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ട് തുടരുന്നു എന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പാടവും വെള്ളവും ലെവലായി നിൽക്കുന്നതുകൊണ്ടും മഴ മാറാ സാഹചര്യത്തിലും വെള്ളക്കെട്ട് അത്ര പെട്ടെന്ന് ഇറങ്ങാനും സാധ്യത. അതുകൊണ്ട് അടിയന്തരമായി ഈ റോഡ് അടയ്ക്കേണ്ടത് അടിയന്തരമാണ് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്, മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു അപകടാവസ്ഥ തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്.